ഹായ് ഗൈസ്. ഇന്നൊരു സാറ്റർഡേ ആയിരുന്നു. അപ്പം നമുക്ക് കുറച്ച് പർച്ചേസിങ്സ് ഉള്ളത് കാരണം ഞാനും ചേച്ചി ഞങ്ങളൊക്കെ പുറത്ത് വന്നായിരുന്നു. അപ്പം പുറത്ത് വന്ന് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ മേടിച്ച് പർച്ചേസിങ്സ് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ നോക്കിയപ്പം ആ സ്ഥലത്തെ കോർട്ട്യാർഡ് ഇറ്റ് വാസ് ഗിവിങ് സച്ച് എ പോസിറ്റീവ് വൈബ് ആൻഡ് ദ ആംബിയൻസ് വാസ് റിയലി അമേസിങ്. അപ്പം അത് കണ്ടപ്പം അവിടെ കുറച്ച് ഉള്ള പോട്ട്സും ചെടിയും ഈ ഗോഡിൻ്റെ ഐഡൽസ് പിന്നെ ബുദ്ധ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് വീഡിയോ എടുക്കണമെന്ന് തോന്നി. ആൻഡ് ദ പ്ലേസ് വാസ് സോ പ്ലെസൻറ്റ്. അവിടെ നല്ല തണുപ്പും ഇറ്റ് വാസ് റിയലി അമേസിങ്. ആൻഡ് അപ്പം ഞങ്ങൾ ഇതെല്ലാം മേടിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നടക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടന്ന് ഞങ്ങൾ തമാശയും കാര്യങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. വരുന്ന വഴിയിൽ ചേച്ചി തട്ടി കുഴിയിൽ വീഴേണ്ടതായിരുന്നു. എങ്ങനെ പിടിച്ച് ഞങ്ങൾ നേരെ നടത്തിക്കൊണ്ട് വരുമായിരുന്നു. എന്നിട്ട് ഞങ്ങളിങ്ങനെ പുറത്ത് പോയി കഴിക്കാമെന്നുള്ള പ്ലാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഹായ് ഗൈസ്. ഞങ്ങൾ സിസ്റ്റേഴ്സ് എല്ലാം ഇന്ന് പുറത്ത് പോയായിരുന്നു. പുറത്ത് പോയച്ച് ഞങ്ങൾ പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ ചൂട് കൊണ്ട് നമുക്ക് ഒന്നും കഴിക്കാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് എൻ്റെ സെക്കൻഡ് സിസ്റ്ററിൻ്റെ വീട്ടിലോട്ടാണ് വന്നത്, ചേച്ചിയുടെ വീട്ടിലോട്ട്. അപ്പം ഞങ്ങളിപ്പം ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഇപ്പം കഴിക്കാനായിട്ട് പോവുമായിരുന്നു. ഇപ്പം എനിക്ക് പ്ലേറ്റ് എടുത്താ പ്ലേറ്റ് ഉണ്ട്. ഫാന് ഫാൻ സഹിക്കുന്നില്ല. ഞാൻ ഈ പ്ലേറ്റിലിടാം. ഞാൻ ഇന്ന് കഴിച്ചോണ്ടിരിക്കുന്ന നോർത്ത് ഇന്ത്യൻ മീൽസ് ആണ്. ഇപ്പൊ ഞാൻ റോട്ടി തിന്നാൻ പോവാണ്. ഞാൻ ഫ്രൈഡ് റൈസ്. ഇത് എപ്പോഴും ഒരു ഫ്രൈഡ് റൈസിന്റെ ആളാണ്. ഫ്രൈഡ് റൈസ് ഗോബി മഞ്ചൂരി. ബിക്കോസ് ഞാൻ നോൺ വെജ് കഴിക്കാറില്ല. അതുകൊണ്ട് എപ്പോൾ പോയാലും ഞാൻ ഫ്രൈഡ് റൈസ് ഗോബി മഞ്ചൂരി ഇതാണ് എനിക്കുള്ള ഒരേ ഒരു ഓപ്ഷൻ. അത് നല്ലതാണ്. ഇച്ചിരി കറി ഇട്. ഇത് നിർത്തോ റോട്ടി? റോട്ടി വേണ്ട, ശകലം കറി. വാട്ട് ഈസ് ടേസ്റ്റി? കടല ചെന്ന ഇപ്പൊ അത്ര ചൂടാകുന്നില്ല അല്ലേ? കൊള്ളാം. ഹൗസ് ഡേർട്ടി. ഞാൻ ഒന്നും വീട് അടിക്കിട്ടൊന്നുമില്ല. രാവിലെ പോണോന്ന് പുറത്ത് പോണോന്ന് പറഞ്ഞ് അങ്ങനെ വന്ന് അടിക്കിട്ടില്ല. ഇവരാണെങ്കിൽ ഇപ്പൊ വീഡിയോ എടുക്കുന്നു. എല്ലാ ദിവസവും ഇങ്ങനെ ഒരു ദിവസം പോലും വൃത്തിയാക്കത്തില്ല. ഞാനും ചേച്ചിയും കൂടെ വന്നേച്ചാണ് ഇവിടെ വൃത്തിയാക്കുന്നത്. അതൊരു 2 days ആണ്, പിന്നെ തിരിച്ചു ഇത് തന്നെ. ഇത് കഴിഞ്ഞ് ഇവർക്കെല്ലാം വെച്ചിട്ടുണ്ട്. ഫാൻ ഇല്ലാതെ ഓക്കെ, അത്ര ചൂടില്ലാതെ കുഴപ്പമില്ല. ഇത് സോയാബീൻ കറി നല്ല ടേസ്റ്റ്. ഇഷ്ടമാണ് എനിക്ക് ഒച്ചൂർ കറി. ഞങ്ങളുടെ അനിയത്തി ഫ്രൈഡ് റൈസ് കഴിച്ച് ഞങ്ങളുടെ എല്ലാം തെളിക്കൊണ്ടിരിക്കുന്നത്. വലിയ കാര്യത്തെ ചോദിച്ചപ്പോ ഫ്രൈഡ് റൈസ് ഇവിടെ വന്ന് എല്ലാം എടുക്കുക. എടുക്കാം. ഈ ഒരു കാര്യത്തിൽ ഞങ്ങളുടെ അമ്മ എപ്പോഴും ഞങ്ങളെ വഴക്ക് പറയും. ആദ്യം വെള്ളം എടുത്ത് വെച്ചിട്ട് കഴിക്കാൻ പറയും. ഞങ്ങൾ 3 പേരും ഫുഡ് കണ്ട അപ്പം ഓടും, വെള്ളം എടുക്കത്തില്ല. ഇങ്ങനെ പൊക്കി എടുത്തു. ദാൽ വേണ്ട. ഇതെന്താ ഇത്? സോയാബീൻ. സോയ ചങ്ക്സ്. ഇത്രയും വലിയ ഗ്ലാസ്സിൽ വെള്ളം കൊണ്ടുവന്നു. വെള്ളം കൊണ്ടുവന്നതും പോരാഞ്ഞിട്ട് കുറ്റം പറയുന്നു. ആക്ച്വലി പലാവാണ്. നോർത്ത് ഇന്ത്യൻ പലാവ്. എനിക്ക് ആ നോർത്ത് ഇന്ത്യൻ പലാവ്, നോർത്ത് ഇന്ത്യൻ കറി പ്രീതി സാഗറി കിട്ടുമായിരുന്നല്ലോ നമ്മുടെ ഇവിടെ. ഇത്തിരി ഇഷ്ടമാണ് എനിക്കത്.
ഇവിടെ പപ്പട് മോൻഷയുടെ ഫ്രൈഡ് റൈസ് ടേസ്റ്റ് ടേസ്റ്റ് അല്ലേ ഈ പപ്പടം കൂട്ടി തിന്നാൻ ഇച്ചിരി ടേസ്റ്റ് ഇത് ഫ്രൈഡ് എവിടെ റൈസ് നിന്ന് പപ്പടം? എനിക്ക് ഇഷ്ടം ഞാൻ വീട്ടിൽ ഇതിനേക്കാൾ അടിപൊളി നീ സ്വന്തം പറഞ്ഞ പോരാ. പക്ഷെ കണ്ടിട്ട് ഇറ്റ് വാസ് നൈസ്. ആക്ച്വലി സോ യു മീൻ സേ ബ്ലാക്ക്. ഒരു ഡാർക്ക് നല്ല ഒരു ഒത്തന്റിക് ചൈനീസ് ഡിഷ് കളറായിരുന്നു പിന്നെ നല്ല അതേ ഫുൾ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് ഇതാണ് എവിടെ ഇട്ടേ അവർസ് ഇസ് ഇൻഡോ ചൈനീസ് എന്ത് പറയുന്ന പ്രോഡക്ട്സ് നമ്മളൊക്കെ ഉണ്ടാക്കുന്നത് ഇവിടുത്തെ ഫ്രൈഡ് റൈസ്. ഫുഡൊക്കെ കഴിച്ചിട്ട് വി ഡിസൈഡഡ് ടു സ്കൂട്ട്. ഇഫ് യു ഡിഡ് ലൈക്ക് ദ വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ പ്ലീസ് സ്റ്റേ ട്യൂൺ ആൻഡ് ടേക്ക് കെയർ.